ബഹുഭൂരിപക്ഷം എ ക്ലാസ് തിയേറ്ററുകളെയും നിയന്ത്രിച്ചിരുന്ന ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പിളർപ്പിലേക്ക്. സംഘടനയുടെ കീഴിലുണ്ടായിരുന്ന 73 തിയേറ്ററുകൾ ഫെഡറേഷൻ പ്രഖ്യാപിച്ച തിയേറ്റർ സമരം ഉപേക്ഷിച്ച് പുതിയ ചിത്രങ്ങൾ റിലീസ് ചെയ്തതോടെ പിളർപ്പ് അനിവാര്യമാവുകയാണ്. ട്രഷറർ സാജു ജോണിയുടെ രാജിയും ഫെഡറേഷൻ നേതൃത്വത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. ഫെഡറേഷൻ വിട്ട തിയേറ്റർ ഉടമകളെ കൂടി ഉൾപ്പെടുത്തി പുതിയ സംഘടനയുടെ രൂപീകരണ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. തിയേറ്റർ ഉടമ കൂടിയായ നടൻ ദിലീപിന്റെ കാർമ്മികത്വത്തിൽ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനകൾ, മൾട്ടിപ്ലക്സ് ഉടമകൾ, സിനി എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ, തിയേറ്റർ ബിസിനസ്സിലുള്ള ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകർ തുടങ്ങിയവരാണ് പുതിയ സംഘടനയ്ക്ക് പിന്നിലുള്ളത്. തിയേറ്റർ ഉടമകളുടെ പുതിയ സംഘടനയിൽ ദിലീപിന്റെ സാന്നിധ്യം ഉണ്ടാകും. ഡി സിനിമാസ് ദിലീപിന്റെ ഉടമസ്ഥതയിലാണ്. സുരേഷ് ഷേണായി, ആന്റണി പെരുമ്പാവൂർ എന്നിവരും നേതൃത്വത്തിൽ ഉണ്ടാകും. ശനിയാഴ്ച പങ്കെടുക്കുന്ന യോഗത്തിൽ ദിലീപ് പങ്കെടുക്കുന്നുണ്ട്. ദിലീപിന്റെ തന്ത്രപരമായ ഇടപെടലാണ് സിനിമാ തർക്കത്തിന് പരിഹാരമൊരുക്കിയത്. നടനെ പ്രശംസിച്ച് സിനിമാ രംഗത്തുള്ള പ്രമുഖർ രംഗത്തെത്തി. സോഷ്യൽ മീഡിയയിലും നടനെ പിന്തുണച്ച് ആളുകൾ രംഗത്ത് എത്തിയിട്ടുണ്ട്. ഫെഡറേഷന്റെ വിലക്ക് ലംഘിച്ച് കഴിഞ്ഞ ദിവസം 31 തിയേറ്ററുകൾ തമിഴ് ചിത്രം ഭൈരവ റിലീസ് ചെയ്തിരുന്നു. ഇന്നലെ 42 തിയേറ്റർ കൂടി ചിത്രം പ്രദർശിപ്പിച്ചു തുടങ്ങിയതോടെ മൊത്തം 240-ൽ ഏറെ റിലീസ് കേന്ദ്രങ്ങൾ ആണ് ലഭിച്ചത്. 300-ലേറെ തിയേറ്ററുകളുള്ള ഫെഡറേഷനിൽ നിന്നും കൂടുതൽ തിയേറ്റർ ഉടമകൾ തങ്ങൾക്കൊപ്പം വരുമെന്നും നിർമ്മാതാക്കളും വിതരണക്കാരും പറയുന്നു. വരുന്ന ആഴ്ചകളിൽ സത്യനന്ദിക്കാടിന്റെ ദുൽഖർ ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ, മോഹൻലാലിന്റെ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, പൃഥ്വിരാജിന്റെ എസ്ര, സിദ്ദിഖിന്റെ ജയസൂര്യ ചിത്രം ഫുക്രി എന്നിവ കൂടി റിലീസ് ചെയ്യുന്നതോടെ കൂടുതൽ തിയേറ്ററുകൾ ഫെഡറേഷൻ വിട്ടുവരുമെന്നാണ് അവരുടെ പ്രതീക്ഷ. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.